നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈഫിൽ കൂടുതൽ നേരവും സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ശാസ്ത്രങ്ങളിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങളല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉപബോധ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ജോസഫ് മർഫിയുടെ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് യുവർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിലെ കുറച്ച് ആശയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യു മസ്റ്റ് ചൂസ് ഹാപ്പിനെസ്. നിങ്ങൾ സന്തോഷം ജീവിതത്തിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക? അതിന് സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി പ്രെയർ, ഒരു അഫർമേഷൻ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ഡെയിലി കാലത്ത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശാന്തമായ മനസ്സോട് കൂടിയിട്ട് ഇത് സ്ഥിരം കേൾക്കാവുന്നതാണ്. ഈ പറയാൻ പോകുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. ഡിവൈൻ ഓർഡർ ടേക്സ് ചാർജ് ഓഫ് മൈ ലൈഫ് ടുഡേ ആൻഡ് എവറി ഡേ. ദിവ്യമായ ക്രമം എൻ്റെ ഇന്നത്തെ ദിവസവും എല്ലാ ദിവസത്തിൻ്റെയും ചുമതല ഏറ്റെടുക്കുന്നു. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ മീ ടുഡേ. എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ നല്ലതിനു വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് എ ന്യൂ ആൻഡ് വണ്ടർഫുൾ ഡേ ഫോർ മീ. ഇത് പുതിയ വളരെ അത്ഭുതകരമായ ഒരു ദിവസമാകുന്നു എനിക്ക്. There will never be another day like this one. I am divinely guided all day along and whatever I do will prosper. ഇന്നത്തെ ഒരു ദിവസം മുഴുവനും എന്നെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം എനിക്ക് കൈവരിക്കാൻ സാധിക്കും. Divine love surrounds me, enfolds me and enwraps me and I go forth in peace. ദിവ്യമായ സ്നേഹം എനിക്ക് ചുറ്റുമുണ്ട്, അതെന്നെ പൊതിഞ്ഞിരിക്കുന്നു. അത് എനിക്ക് എപ്പോഴും സമാധാനത്തിൽ നടക്കാൻ എന്നെ സഹായിക്കുന്നു. Whenever my attention wanders away from that which is good and constructive, I will immediately bring it back to the contemplation of that which is lovely and of good report. എപ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധ നല്ലതും കൺസ്ട്രക്റ്റീവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വഴുതി പോകുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ച് വളരെ നല്ലതും വളരെ അത്ഭുതകരവുമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഐ ആം എ സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ മാഗ്നറ്റ് അട്രാക്റ്റിംഗ് ടു മൈ സെൽഫ് ഓൾ തിങ്സ് വിച്ച് ബ്ലസ് ആൻഡ് പ്രോസ്പർ മീ. ഞാൻ ആത്മീയവും മാനസികവുമായ ഒരു കാന്തമാകുന്നു. എന്നിലേക്ക് എനിക്ക് ആഗ്രഹമുള്ള, എനിക്ക് ഏറ്റവും സമ്പന്നതയും ഏറ്റവും അനുഗ്രഹങ്ങളും തരുന്ന എല്ലാ കാര്യങ്ങളും ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട്. I am going to be a wonderful success in all my undertakings today. അത്ഭുതകരമായ ഒരു വിജയമാകാൻ പോവുകയാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും. I am definitely going to be happy all day long. ഞാൻ തീർച്ചയായും എല്ലായ്പ്പോഴും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ സന്തോഷവാനാകാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് കൂടുതൽ ശാന്തിയും സമൃദ്ധിയും തരുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഒരു വിത്ത് പോലെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വിതയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ആ ഒരു ദിവസത്തിൽ എല്ലായ്പ്പോഴും സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ നാം എന്തൊരു കാര്യം കാണുമ്പോഴും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി, അത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചാണെങ്കിലും ഇതുവഴി എന്ത് സക്സസ് ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാവുക, ഇതുവഴി എന്ത് സന്തോഷമാണ് എനിക്ക് ലഭിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി കാര്യങ്ങളെ കാണാൻ ഇത് നമ്മെ സഹായിക്കും. ജോസഫ് മർഫി അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം അയർലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചു ഒരാഴ്ച. ഈ ഒരു കൃഷിക്കാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം എപ്പോഴും വലിയ സന്തോഷവാനായിരുന്നു. അയാൾ എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നു. അയാളുടെ ലൈഫിൽ എപ്പോഴും കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര കൗതുകം, ഇതെങ്ങനെയാണ് സംഭവിക്കണേ? അപ്പോൾ ജോസഫ് മർഫി അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ജോസഫ് മർഫിയോട് അദ്ദേഹം പറഞ്ഞ ആ ഒരു മറുപടി ഇതായിരുന്നു: ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാനിങ്ങനെ സന്തോഷം എന്നുള്ള ആ ഒരു ഹാബിറ്റ് ഞാൻ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ സാധിക്കും. അതായത് അയാളുടെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ദിവസവും കാലത്ത് എണീറ്റ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അനുഗ്രഹിക്കും.
എന്താണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത്? ഹി ബ്ലസ്സസ് ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹം അനുഗ്രഹിക്കും. അദ്ദേഹത്തിൻ്റെ കാറ്റിൽസ്, ആ മൃഗങ്ങളെ അദ്ദേഹം അനുഗ്രഹിക്കും. അതുപോലെ അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറയും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർവെസ്റ്റ്, ആ ഒരു വിളവെടുപ്പ് വളരെ നല്ല രീതിയിൽ നടക്കുന്നതിനായിട്ട് അദ്ദേഹം നന്ദി പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ ആ ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അയാൾക്ക് എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, അങ്ങനെ സന്തോഷം വരണമെങ്കിൽ വെറുതെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ സാധിക്കുമോ? ചില ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇഫ് ഐ ഹാവ് $1 million ഐ വിൽ ബി ഹാപ്പി. എനിക്ക് $1 million കാശുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടി വൈസ് പ്രസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണറെ എനിക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാവും. അപ്പോൾ ജോസഫ് മർഫി വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കി. അതിൽ നിന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അങ്ങനെ ഭയങ്കര റിച്ച് ആയാലോ അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നേടാൻ സാധിച്ചു കഴിഞ്ഞാലോ അങ്ങനെ ഹാപ്പി ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അതായത് ഇയാൾ കണ്ടിട്ടുള്ള വളരെയധികം സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ മിസ്റ്ററി, വളരെ പ്രശ്നങ്ങളുള്ള ലൈഫായിരുന്നു. അപ്പോൾ ലൈഫിൽ നമുക്കിങ്ങനെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഓരോരോ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാലാണ് സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. അതിന് പകരം നമുക്ക് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. നമുക്ക് എപ്പോഴാണ് നമ്മുടെ മൈൻഡിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നത്. അതിന് സഹായിക്കുന്ന പലതരത്തിലുള്ള അഫർമേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ വഴിയായിരിക്കാം. അങ്ങനെ പല പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷത്തിലിരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. എന്നാൽ ചില വ്യക്തികൾക്ക് എപ്പോഴും പല പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ലൈഫിൽ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ജോസഫ് മർഫി ഒരു ലേഡിയുടെ, ഒരു ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന ഒരു ലേഡിയുടെ ഒരു ജീവിത കഥ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ലേഡിക്ക് റൂമറ്റിസം എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. അതായത് കാൽമുട്ടിൻ്റെ അവിടെ വളരെ വലിയൊരു വേദനയൊക്കെ ആയിട്ട് ആ ലേഡിക്ക് നടക്കാൻ സാധിക്കില്ല. ഈ ലേഡി എല്ലാ ദിവസവും പറയാ, എൻ്റെ കാൽമുട്ടിൽ റൂമറ്റിസം, ഇന്നത്തെ റൂമറ്റിസം വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് തീരെ ഇന്ന് നടക്കാൻ പറ്റും തോന്നാനില്ല, എൻ്റെ കാൽമുട്ട് വളരെ വേദനയാണ്. ഇതാണ് ഈ ലേഡി സ്ഥിരം പറയാറുള്ളത്. അപ്പോൾ ജോസഫ് മർഫി ആ ലേഡിയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് പകരം എൻ്റെ കാൽമുട്ടിന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇപ്പോൾ നടക്കാൻ സാധിക്കുന്നു, ഐ ആം സോ ഹാപ്പി, ഞാൻ വളരെ സന്തോഷവതിയാണ്. ഇങ്ങനത്തെ രീതിയിൽ ഒരു പ്രെയർ ഡെയിലി പറയാൻ പറഞ്ഞു. പക്ഷേ ഈ ലേഡി അപ്പോൾ ഇയാളോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്യണത്? എനിക്ക് കാൽമുട്ടിന് നല്ല വേദനയാണ്, അപ്പോൾ ഞാൻ പിന്നെ വേദന ഉണ്ടെന്നല്ല പറയേണ്ടത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അതായത് ചില വ്യക്തികളുടെ അടുത്ത് നമ്മളിങ്ങനെ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ആ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആ ലേഡി അവരുടെ ലൈഫ് അതുപോലെ തന്നെ വളരെ ദുരൂഹമായി തുടർന്നുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് സന്തോഷം ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കാത്തത്? അത് നമ്മളെ തന്നെ സ്വയം ഒന്ന് അവലോകനം ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ചില വ്യക്തികൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതായത് അവർക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ നേരം സന്തോഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ കരയും. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങനെ പല സിറ്റുവേഷനിലും ആലോചിക്കാറുണ്ട്. കുറേ അധികം സന്തോഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അത് കാരണം കൊണ്ട് അധികം സന്തോഷിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ വളരെ പരാജയമാണ്, എൻ്റെ ലൈഫിൽ ഞാൻ വളരെ പരാജയമാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ മോശമായിട്ടാണ് സംഭവിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ കഴിവുള്ള വേറെ ആൾക്കാരുണ്ട്, എനിക്ക് തീരെ കഴിവില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ വൻ പരാജയമാണ്, ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വയം നമ്മളറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ഈ പറയുന്നത് ഇതും ഒരു തരത്തിലുള്ള ഒരു അഫർമേഷൻ തന്നെയാണ്, ഒരു സ്ഥിരീകരണം. പക്ഷേ ഈ സ്ഥിരീകരണം അയാളെ ഒരു തരത്തിലും മെച്ചുണ്ടാക്കി തരില്ല. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോക്കസ്, ഒരു ക്യാമറയിൽ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന പോലെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സന്തോഷം തരുന്ന, നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള ഈ തരത്തിൽ അൺഹാപ്പിനെസ് ഉള്ള ഒരു ലൈഫായിരിക്കും. ഇനി പറയാൻ പോകുന്ന ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒരു കോർപ്പറേറ്റ് ജോലിയുള്ള ഒരു വ്യക്തിയുടേതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം എപ്പോഴും മനസ്സിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിനും
അതുപോലെ തന്നെ പ്രസിഡന്റിനും അദ്ദേഹത്തിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത കാരണം കൊണ്ട്, ഇയാളൊരു അസിസ്റ്റന്റ് മാനേജറാണ്, പക്ഷേ ഇയാളെ തീരെ സപ്പോർട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ഇയാൾക്ക് കമ്പനിയിൽ പ്രൊമോഷൻ ഇല്ല. അതുപോലെ തന്നെ അവിടെ കമ്പനിയിൽ അവർക്ക് സ്റ്റോക്സ് ഉണ്ട്, പക്ഷെ ആ സ്റ്റോക്സിലൊന്നും ഇയാൾക്ക് ഒരു തരത്തിലുള്ള ഒരു മെച്ചവും കിട്ടണില്ല, ഒരു തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടണില്ല. അപ്പോൾ ഇയാൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കമ്പനിയിലെ വളരെ ഒരു ടോക്സിക് എൻവയോൺമെന്റ് ആണ്, എൻ്റെ വൈസ് പ്രസിഡന്റും അസോസിയേറ്റ് വൈസ് പ്രസിഡന്റും വളരെ മോശമാണ്. ജോസഫ് മർഫി ഇയാൾക്കൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. ഇയാൾ സ്ഥിരമായിട്ട് ഈ ഒരു പ്രെയർ അദ്ദേഹം പറയാൻ തുടങ്ങി. ഓൾ ദോസ് വർക്കിംഗ് ഇൻ അവർ കോർപ്പറേഷൻ ആർ ഓണസ്റ്റ്, സിൻസിയർ, കോപ്പറേറ്റീവ്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ഫുൾ ഓഫ് ഗുഡ് വിൽ ടു ഓൾ. എൻ്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും വളരെ സത്യസന്ധരും വളരെ ആത്മാർത്ഥതയും വളരെ സഹകരണ മനോഭാവവും ഉള്ള ആളുകളാണ്. ദേ ആർ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ലിങ്ക്സ് ഇൻ ദ ചെയിൻ ഓഫ് ദിസ് കോർപ്പറേഷൻസ് ഗ്രോത്ത്, വെൽഫെയർ ആൻഡ് പ്രോസ്പെരിറ്റി. അവരെല്ലാവരും മാനസികമായും ആത്മീയവുമായും ഒരുമിച്ച് ഈ കമ്പനിയുടെ സമ്പന്നതയ്ക്കും ഈ കമ്പനിയുടെ വളർച്ചയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രെയറാണ് ഇയാൾ സ്ഥിരമായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഡെയിലി ലൈഫിൽ ഈ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ ഇയാൾക്ക് വീണ്ടും പണ്ടത്തെ പോലെ ഇടയ്ക്കൊന്ന് ചൊറിഞ്ഞു വരും. പക്ഷേ ആ മൊമെൻറ്റിൽ അയാൾ തിരിച്ച് പറയും, പീസ് ആൻഡ് ഹാർമണി റെയിൻ മൈ മൈൻഡ്. വളരെ നല്ലൊരു എൻവയോൺമെൻറ്റാണ്, എൻ്റെ കമ്പനിയിലെ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ അയാളുടെ മൈൻഡിനെ എപ്പോഴും ഇങ്ങനെ അഫേം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊരു 4 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ വൈസ് പ്രസിഡൻറ്റും ഇയാളുടെ പ്രസിഡൻറ്റും കമ്പനിയിലേക്ക് ഇയാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു കമ്പനിയിലെ വർക്ക് വളരെ മഹത്തരമായതാണ്, നിങ്ങളുടെ ഈ വർക്ക് വളരെയധികം നല്ല വർക്കായ കാരണം കൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷനും അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രോഫിറ്റ്സ് അതിൻ്റെ ആ ഒരു ഇൻക്രീസ്, ആ ഡിവിഡൻസ് കൂടുതലും നൽകുന്നു എന്ന് പറഞ്ഞ് അയാളെ ക്ഷണിച്ചു. അപ്പോൾ അങ്ങനെ അയാളുടെ മൊത്തത്തിലുള്ള ഒരു റിയാലിറ്റി അയാൾക്ക് മാറ്റാൻ സാധിച്ചു. അയാൾക്ക് കൂടുതൽ സന്തോഷം വരുന്ന രീതിയിലുള്ള ഒരു ജീവിതാനുഭവം അയാൾക്കുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അയാളുടെ മൈൻഡ് സെറ്റ്, അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അയാളുടെ മാനേജേഴ്സിനോടുള്ള അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് മാറ്റാൻ സാധിച്ചപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സംഭവിച്ചു. അത് അയാൾക്ക് എപ്പോഴും വളരെയധികം സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ കുറേയധികം ആളുകൾക്ക് ഉപകരിക്കുന്ന നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.